ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചൊരു വീഡിയോ ആണ്. നമ്മൾ നഴ്സിംഗ് ഇൻ്റർവ്യൂവിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ടോപ്പിക്സ് കവർ ചെയ്തിട്ട് പോകണം ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ. മെയിൻലി ഫ്രഷേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. സാധാരണയായി ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നത് ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് പാർട്ട് 1. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നോർമൽ വൈറ്റൽ സൈൻസ്, നോർമൽ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ ബൈഹാർട്ട് ചെയ്യുക. എല്ലാവർക്കും അറിയാം നോർമൽ പാരാമീറ്റേഴ്സ്. ബ്ലഡ് പ്രഷർ 90/60 mm Hg to 120/80 mm of Hg. Breathing 12 to 18 breaths per minute. Pulse 60 to 100 beats per minute. Temperature 97.8 degree Fahrenheit to 99.1 degree Fahrenheit. Temperature conversion formula നമ്മൾ ബൈഹാർട്ട് ചെയ്യുക. Fahrenheit to Celsius and Celsius to Fahrenheit formula. Next one, fifth vital signs, that is pain. Pain is the fifth vital signs. The intent of the pain, the fifth vital sign campaign, presidential address to the American Pain Society 1996 campaign, was to encourage doctors and nurses to listen to their patients and assess their pain. This was because healthcare professionals often ignored patients suffering from pain. സാധാരണയായി ചില സമയത്ത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് പെയിൻ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പെയിനിനെ ഫിഫ്ത്ത് വൈറ്റൽ സയൻസ് ആയിട്ട് അംഗീകരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചീപ്പസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ചീപ്പസ്റ്റ് മെത്തേഡ് ഹാൻഡ് വാഷിംഗ് ആണ്. ഹാൻഡ് വാഷിംഗ് മാത്രമല്ല, ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സും നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വയ്ക്കണം. നമ്മൾ യൂഷ്വലായിട്ട് ക്ലിനിക്കൽ സെറ്റിങ്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ ആണിതൊക്കെ. വെറ്റ് യുവർ ഹാൻഡ്സ് വിത്ത് ക്ലീൻ റണ്ണിങ് വാട്ടർ, warm or cold water, turn off the tap and apply soap, lather your hands by rubbing them together with the soap, scrub your hands for at least 20 seconds, rinse your hands well under clean running water. So first, wet hands with water, then use soap, palm to palm, fingers interlaced, back of hands, back of thumbs, fingernails, rotationally rub wrist, rinse hands with water, dry hands thoroughly with towel. Next one, needle stick injury. Treating needle stick injuries. How to treat needle stick injury? നമ്മളൊരു പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഉണ്ടായി, നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും? വാഷ് ദ ഏരിയ ജെൻറ്റ്ലി വിത്ത് സോപ്പ് ആൻഡ് റണ്ണിങ് ടാപ്പ് വാട്ടർ ആസ് സൂൺ ആസ് പോസിബിൾ. ആ ഏരിയ നമ്മൾ സോപ്പ് യൂസ് ചെയ്ത് റണ്ണിങ് വാട്ടർ യൂസ് ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മൾ വാഷ് ചെയ്യുക. അപ്ലൈ ആൻ ആൻറ്റിസെപ്റ്റിക് ആൻഡ് ക്ലീൻ ഡ്രസ്സിങ്. ഒബ്റ്റെയിൻ പ്രോംപ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഫ്രം യുവർ ലോക്കൽ ഡോക്ടർ ഓർ ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. Preferably within 24 hours, dispose of the needle safety. Next point, emergency medicines. What are the some of the important emergency medicines? അത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് മെഡിസിൻസ് നോക്കി വയ്ക്കുക. അട്രോപ്പിൻ 0.1 mg/ml, സോഡിയം ബൈകാർബണേറ്റ് 0.5 മില്ലി ഇക്വലൻറ്റ് ബാർ ml, കാൽസ്യം ഗ്ലൂക്കോണേറ്റ് 100 mg/ml, ഫെൻറ്റാനിൽ 50 mcg/ml, എപ്പിനെഫ്രിൻ 0.1 mg/ml. നെക്സ്റ്റ് വൺ, കോംപ്ലിക്കേഷൻസ് ഓഫ് IV കാനുലേഷൻ. നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണിത്, IV കാനുലേഷൻ കോംപ്ലിക്കേഷൻസ്. എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്? മെയിൻലി ഫ്ലെബൈറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ വെയിൻ. എക്സ്ട്രാവാസേഷൻ. This happens when the liquid in the IV leaks to the tissue surrounding the vein. എക്സ്ട്രാവാസേഷൻ എന്ന് വെച്ചാൽ ടിഷ്യൂവിലുള്ള വെയിൻസിലുള്ള ഫ്ലൂയിഡ് സറൗണ്ടിങ് ടിഷ്യൂസിലോട്ട് ലീക്ക് ചെയ്യുന്നതാണ് എക്സ്ട്രാവാസേഷൻ. നെക്സ്റ്റ് വൺ, എയർ എംബോളിസം.
This happens when an air bubble or air bubbles enters the vein. വെയിനിലൊരു എയർ ബബിൾ എൻ്റർ ചെയ്യുമ്പോൾ എയർ എംബോളിസം. Then hypervolemia. This is an abnormal increase in blood volume infection. Hypervolemia. This is an abnormal increase in blood volume. Blood volume abnormal increase ആകുന്ന അവസ്ഥ. Next complication is infections. So IV cannulation complications are phlebitis, extravasation, air embolism, air bubbles, that is air bubble is called air embolism, then hypervolemia and infection. Next one, sites of temperature checking. Temperature checking in the sites ഏതൊക്കെയാണ്? Rectal, the thermometer is placed in the child's bottom. Oral, the thermometer is placed in the mouth under the tongue. Axillary, the thermometer is placed in the ambit. Tympanic, the thermometer is placed in the ear. Temporal artery, the thermometer scans the surface of the forehead. Rectal, oral, axillary, tympanic and temporal artery. Next one, sites of checking pulse. Temporal artery, generally not used. Brachial artery, used when taking blood pressure. Femoral artery, check circulation in legs. Popliteal artery, check circulation in lower legs. Dorsalis pedis, check circulation in feet. So by seeing the picture, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും temporal, carotid, apical, brachial, radial, femoral, popliteal, dorsalis pedis, posterior tibial. ഇത്രയും സൈഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രിഫേർഡ് സൈറ്റ്സ് ഫോർ IV cannulation. IV cannulationൻ്റെ പ്രിഫേർഡ് സൈറ്റ്സ് ഏതൊക്കെയാണ്? The preferred sites for IV cannulation are hand, dorsal arc veins, wrist, volar apex, cubital fossa, median antecubital, cephalic and basilic veins, foot, dorsal arch, scalp. Scalp veins should only be used once other alternatives are exhausted. So, hand, wrist, cubital fossa, foot and scalp. What is the difference between BLS and ACLS? Basic life support is the generic term for any form of CPR and is required for all registered nurses. Advanced cardiac life support ACLS is primarily required for registered nurses who work in a hospital setting and care for critically ill adults. Basic life support CPR കൊടുക്കുന്ന എല്ലാ രജിസ്റ്റേർഡ് നഴ്സുമാർക്കും ബേസിക് ലൈഫ് സപ്പോർട്ട് അറിഞ്ഞിരിക്കണം. ACLS അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടാണ്. ക്രിട്ടിക്കലി കാർഡിയാക് സെറ്റിങ്സിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിനാണ് ACLS കോഴ്സ് ചെയ്യുന്നത്. റൈറ്റ്സ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ് ഡ്രഗ്. The first right of drug administration is to check and verify if it is the right name and form. Beware of look-alike and sound-alike medications name. Right drug, right patient. Ask the name of the client and check his or her ID band before giving the medication. Even if you know that patient's name, you still need to ask just to verify. ID band നോക്കുക, നമുക്ക് പേഷ്യൻറ്റിനെ അറിയാമെങ്കിലും നമ്മൾ റീചെക്ക് ചെയ്യുക. Right dose. Check the medication sheet and the doctor's order before medicating. Be aware of the difference between an adult and a pediatric dose. Right route. Check the order if it is oral, IV, subcutaneous or IM. Right time and frequency. Check the order for when it would be given and when was the last time it was given. Heading മാത്രം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. Write documentation. Make sure to write the time and any remarks on the chart correctly. കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മറക്കരുത്. Write history and assessment. Secure a copy of the client's history to drug interaction and allergies. Drug approach and right to refuse. Give the client enough autonomy to refuse the medication after thoroughly explaining the effects. Write drug
drug interactions and evaluation. Review any medication previously given or the diet of the patient that can yield a bad interaction to the drug to be given. Check also the expiry date of the medication being given. Last one, right education and information. Provide enough knowledge to the patient of what drug he or she would be taking and what are the expected therapeutic and side effects. So the right of drug administration are right education and right information, right drug interaction and evaluation, drug approach and right to refuse, right to documentation, right to history and assessment, right to route, right to time and frequency, right to dose, right to patient, right to drug. നെക്സ്റ്റ് വൺ മൊമെൻറ്റ്സ് ഓഫ് ഹാൻഡ് വാഷിംഗ്. എപ്പോഴൊക്കെയാണ് നമ്മൾ ഹാൻഡ് വാഷിംഗ് ചെയ്യേണ്ടത്? ഫസ്റ്റ് മൊമെൻറ്റ് ബിഫോർ ടച്ചിങ് എ പേഷ്യൻറ്റ്, പേഷ്യൻറ്റിനെ ടച്ച് ചെയ്യുന്നതിന് മുൻപ്. മൊമെൻറ്റ് 2 ബിഫോർ എ പ്രൊസീജിയർ, പ്രൊസീജിയർ ചെയ്യുന്നതിന് മുൻപ്. മൊമെൻറ്റ് 3 ആഫ്റ്റർ എ പ്രൊസീജിയർ ഓർ ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ, പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷറിന് ശേഷം. നെക്സ്റ്റ് മൊമെൻറ്റ് ഈസ് ആഫ്റ്റർ ടച്ചിങ് എ പേഷ്യൻറ്റ്, പേഷ്യൻറ്റിനെ ടച്ച് ചെയ്തതിന് ശേഷം. ഫിഫ്ത്ത് മൊമെൻറ്റ് ആഫ്റ്റർ ടച്ചിങ് എ പേഷ്യൻറ്റ് സറൗണ്ടിങ്സ്, പേഷ്യൻറ്റിൻ്റെ സറൗണ്ടിങ്സ് ടച്ച് ചെയ്തതിന് ശേഷം. സോ ദ ടോപ്പ് 5 മൊമെൻറ്റ്സ് ഓഫ് ഹാൻഡ് വാഷിംഗ് ആർ ബിഫോർ ടച്ചിങ് എ പേഷ്യൻറ്റ്, ബിഫോർ എ പ്രൊസീജിയർ, ആഫ്റ്റർ എ പ്രൊസീജിയർ ഓർ ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ റിസ്ക്, ആഫ്റ്റർ ടച്ചിങ് എ പേഷ്യൻറ്റ്, ആഫ്റ്റർ ടച്ചിങ് എ പേഷ്യൻറ്റ് സറൗണ്ടിങ്സ്. Next one, types of hand hygiene. Social hand hygiene. It is a routine hand washing. The aim of social routine hand washing with soap and warm water is to remove dirt and organic material, dead skin and most transient organisms. Then antiseptic hand hygiene and surgical hand hygiene. Time കൂടി ജസ്റ്റ് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് വൺ കോഡ്സ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സ്കീമിലുള്ള കോഡ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് കോഡ് ഈസ് കോഡ് റെഡ്, ദാറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഈസ് ഫയർ. നെക്സ്റ്റ് കോഡ് ഈസ് കോഡ് ബ്ലൂ, ദാറ്റ് ഈസ് കാർഡിയാക് അറസ്റ്റ്. കോഡ് ഗ്രീൻ ഇൻറ്റേർണൽ ഇവാക്വേഷൻ. കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യൻറ്റ്. Code black bomb threat or search. Code white violent person. Code brown chemical spill. Code pink neonatal arrest. Code orange external disasters. So കോഡ് പിങ്ക് നമ്മൾ കുഞ്ഞുങ്ങൾ മിസ്സാകുമ്പോഴും കോഡ് പിങ്ക് യൂസ് ചെയ്യും. കോഡ് റെഡ് ഈസ് ഫയർ. കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റ്. Code green internal evacuation. Code yellow missing patient. Code black bomb threat or search. Code white violent person. Code brown chemical spill. Code pink neonatal arrest. Code orange external disaster. Next one, normal electrolyte values. Sodium 135 to 145. Potassium 3.5 to 5.0, chloride 96 to 109, calcium 8.5 to 10.5, magnesium 1.4 to 2.1, phosphorus 3 to 4.5, bun 8 to 20, creatine 0.6 to 1.2. ഇത്രയും വാല്യൂസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. Next one, normal HB levels in males and females. For men 13.2 to 16.6 gram per deciliter. For women 11.6 to 15 gram per deciliter. Next one is PPE kit, personal protective equipment kit. So the PPE kit contains laminated 95 GSM coverall with shock cover, face shield,
protection goggles, surgical gloves, surgical cap, 3-play surgical mask. Next one, insulin administration sites. Upper outer arms, abdomen, buttocks, upper and outer thighs. So thank you for watching my video. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും തിങ്സാണ് നമ്മൾ മെയിൻലി ആയിട്ട് നോക്കി വെക്കേണ്ടത് ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ. പാർട്ട് 2-ൽ ബാക്കിയുള്ള പോയിൻറ്റ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യും. These are the main points. So please subscribe, share to your friends also. Thank you for watching.